ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലവ് ആൻഡ് ലൈറ്റ് വിത്ത് എജിയിലൂടെ ബൈബിളിലൂടെ ഒരു യാത്ര എന്ന പരമ്പരയുടെ 6ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് പഠിച്ചു. പാപം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ അതിലും വിഷമകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. പാപം ഒരു ഹൃദയത്തിൽ വളരുവാൻ ആരംഭിച്ചാൽ അത് ഒരു മനുഷ്യനെ എത്ര ദൂരത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദാമിനും ഹവ്വയ്ക്കും 2 പുത്രന്മാർ ജനിച്ചു. 1 കയീൻ, 2 ഹാബേൽ. കയീൻ ഒരു കൃഷിക്കാരനായിരുന്നു. ഹാബേല് ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയനായിരുന്നു. കുറേക്കാലം കഴിഞ്ഞ് 2 പേരും ദൈവത്തിന് യാഗമർപ്പിച്ചു. കയീൻ ഭൂമിയുടെ ഫലത്തിൽ നിന്ന് ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് വഴിപാട് കൊണ്ടുവന്നു. എന്നാൽ ബൈബിളിൽ പറയുന്നത് ഹാബേലിനെയും അവൻ്റെ വഴിപാടിനെയും ദൈവം അംഗീകരിച്ചു. എന്നാൽ കയീൻ്റെ വഴിപാടിനെയും ദൈവം അംഗീകരിച്ചില്ല. ഇവിടെ നാം ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. നാം എന്ത് വഴിപാട് കൊടുക്കുന്നു എന്നതിലല്ല, എങ്ങനെയുള്ള ഹൃദയത്തോടാണ് നാം കൊടുക്കുന്നത് എന്നതാണ് ഇതിലെ പ്രധാന കാര്യം. കയീന് വളരെ കോപമുണ്ടായി. അവൻ്റെ മുഖം വാടി. അവൻ്റെ ഉള്ളിൽ കോപം പെരുകുവാൻ തുടങ്ങി. എന്നാൽ അത്ഭുതകരമായ കാര്യം, കയീൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ദൈവം അവന് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു, മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദൈവം അവനോട് ചോദിച്ചു, നീ കോപിക്കുന്നത് എന്തിന്? പാപം വാതിൽക്കൽ പതുങ്ങിയിരിക്കുന്നു. ഇതുവരെയും അത് പ്രവൃത്തിയായിട്ടില്ല. അത് ഹൃദയത്തിന്റെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. അതിനെ അകത്തേക്ക് കടക്കുവാൻ അനുവദിക്കരുത്. നാം അതിനെ അകത്തേക്ക് കടക്കുവാൻ തുടങ്ങിയാൽ അത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ തുടങ്ങും. ഇന്നും ദൈവം ഇതുതന്നെ നമ്മളോട് പറയുന്നുണ്ടാകാം. നമ്മുടെ ഹൃദയത്തിൽ കോപം വരുമ്പോൾ, അസൂയ വരുമ്പോൾ, വൈരാഗ്യം വരുമ്പോൾ, ക്ഷമിക്കാത്ത മനസ്സ് വരുമ്പോൾ ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ കയീൻ ആ മുന്നറിയിപ്പ് കേട്ടില്ല. കയീൻ തൻ്റെ സഹോദരനായ ഹാബേലിനോട് സംസാരിച്ച് അവർ 2 പേരും വയലിലേക്ക് പോയി. അവിടെ കയീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ കൊന്നു. ഒരു സഹോദരൻ്റെ കൈ മറ്റൊരു സഹോദരൻ്റെ രക്തം ചൊരിഞ്ഞു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം. എത്ര ഭയാനകമായ മാറ്റം! ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തു. അത് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി. ഇവിടെ അതേ പാപം ഒരു സഹോദരനെ മറ്റു സഹോദരനിൽ നിന്ന് അകറ്റി. അപ്പോൾ ദൈവം കയീനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? കയീൻ മറുപടി നൽകി, എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ? എന്നാൽ സത്യം ദൈവത്തിന് അറിയാമായിരുന്നു. ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. മനുഷ്യരിൽ നിന്ന് ഒളിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഒളിപ്പിക്കുവാൻ സാധ്യമല്ല. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ രഹസ്യങ്ങൾ, അതിലുമുപരി നമ്മുടെ ഹൃദയം ദൈവം കാണുന്നു. ഹാബേലിൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു. എന്നാൽ അവൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ദൈവം കേട്ടു. ഇത് നമ്മെ വലിയൊരു സത്യത്തിലേക്ക് നയിക്കുന്നു. മനുഷ്യൻ്റെ പാപം എത്ര ആഴമുള്ളതെന്ന് നാം ഇവിടെ മനസ്സിലാക്കുന്നു. എന്നാൽ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം മനുഷ്യൻ പാപത്തിലേക്ക് വീണപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ അവസാനിച്ചിരുന്നില്ല. പിന്നീട് ഈ ബൈബിളിൻ്റെ പേജുകൾ നമ്മെ കാൽവറിയിലേക്ക് കൊണ്ടുപോകും. അവിടെ മറ്റൊരു രക്തം ചൊരിയും. അതൊരു കുറ്റക്കാരൻ്റെ രക്തമല്ല, പാപമില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ രക്തം. ഹാബേലിൻ്റെ രക്തം നീതിക്കായി നിലവിളിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം പാപികൾക്ക് ക്ഷമയും രക്ഷയും പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ ആഴം കാണിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ ലഭിക്കുന്ന രക്ഷയുടെ ആവശ്യകതയും മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. അസൂയ ഹൃദയത്തിൽ വളരുവാൻ അനുവദിക്കരുത്. ഒരു ചെറിയ വിത്ത് പോലെ തോന്നുന്ന അസൂയ നിയന്ത്രിക്കാതെ വിട്ടാൽ വലിയ നാശമായി മാറാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാം. കോപത്തിന് പകരം ക്ഷമ തിരഞ്ഞെടുക്കാം. അസൂയയ്ക്ക് പകരം സ്നേഹം തിരഞ്ഞെടുക്കാം. അടുത്ത എപ്പിസോഡിൽ
നാം 5-ാം അധ്യായത്തിലേക്ക് കടക്കും. ആദാമിലൂടെ ആരംഭിച്ച തലമുറകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യാത്ര. ആദാമിൽ നിന്ന് നോഹയിലേക്കുള്ള തലമുറകളുടെ യാത്രയും മനുഷ്യ ചരിത്രത്തിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെ മുൻപോട്ട് പോകുന്നുവെന്നും നമുക്ക് കാണാം. അതുവരെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് വീണ്ടും കാണാം.